ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുടെ സ്വന്തം അർഷിത ഫാത്തിമ. അപ്പം ഈ ഒരു വ്ളോഗ് നമ്മുടെ സ്വന്തം വയനാട് വ്ളോഗിൻ്റെ പാർട്ട് 3 ആണ്. അപ്പോൾ ഇതാ നമ്മുടെ ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഒരു ഐഡിയ ഇല്ല, ഒന്നും കാണാനുമില്ല, എന്നാൽ ഇത് എങ്ങോട്ടാണ് പോകണമെന്നും അറിയുന്നില്ല. പക്ഷെ നല്ല അടിപൊളി വ്യൂകളായിരുന്നു കേട്ടോ അവിടെ കാണാൻ. എൻ്റെ പൊന്നി സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇപ്പോൾ ഈ ജീപ്പിൽ കൂടെ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈ ഒരു മലമുകൾ കാണാനാണ് ഇവർ എൻ്റെ ഇങ്ങനെ കൊണ്ടുവന്നതെന്ന്. എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനോ അങ്ങനെ ഒന്നും പറ്റൂല എന്നാണ്. പിന്നെ ഇതാ ഒരു ജീപ്പ് ഇങ്ങോട്ടും പോയിരുന്നു, അതിലാണെങ്കിൽ ആളുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചിലപ്പോൾ നമ്മളെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇറക്കി വിടുമെന്ന്. എന്താ വന്ന ഉടനെ നല്ല അടിപൊളിയായിട്ടൊരു മതിൽ, ഇതാണ് നമ്മുടെ ഗേറ്റിൻ്റെ അടിപൊളി എൻട്രി ഗൈസ്. ഒരു അടിപൊളിയായിട്ട് അവിടെ ഒരു മതിലിൻ്റെ ഡിസൈൻ കാണാൻ. അപ്പോൾ എൻ്റെ ഈ ഒരു സ്ഥലത്തേക്കാണെങ്കിൽ നമ്മൾ വന്ന് ഇവിടെ നല്ല അടിപൊളി കാഴ്ചകളും രസികൻ കാഴ്ചകളും ഒക്കെ കാണാനുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ആദ്യം തന്നെ 1 2 3 4 മേൽക്കൂരയുള്ള ഒരു വീടായിരുന്നു കേട്ടോ. ആ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണേ. അത് വിശ്രമ കേന്ദ്രമോ ഹോട്ടലോ അങ്ങനെ വല്ലതും ആയിരിക്കും. എന്നാൽ ആ ഒരു ചുമരിൻ്റെ അവിടെയുള്ള വ്യൂ ഒക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നില്ല, കാരണം ഞങ്ങൾക്ക് വേഗം മേലെ പോയി വരാനുണ്ട്. ടെയിൽ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ ഒരു ചുമരും കാര്യങ്ങളൊക്കെ അടിപൊളിയല്ലേ. പിന്നെ മേലയിൽ നിന്ന് താഴേക്ക് വരാനും താഴെ നിന്ന് മേലേക്ക് പോകാനും ഒരു ഓട്ടോറിക്ഷ, ഒരു ബ്ലൂ കളറിലുള്ള ഓട്ടോറിക്ഷ ഉണ്ട്. ബട്ട് ഞങ്ങൾ അതിലേക്കൊന്നും പോയില്ല, കാരണം ഞങ്ങൾക്ക് ആസ്വദിച്ച് എല്ലാ കാര്യങ്ങളും കാണലാണല്ലോ ഇഷ്ടം. അങ്ങനെയാണ് ഞങ്ങളിതാ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പോകുകയാണ് ഞങ്ങൾ പോകുകയാണ്. ആദ്യം വിചാരിച്ചു ഈ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ, ഈ വഴി കൂടെ എങ്ങോട്ടാണ് പോകണമെന്നൊക്കെ. പിന്നെ അവിടെ കൂടെയാണ് പോകാമെന്ന് നമുക്കറിയില്ലല്ലോ. അത് വീണ്ടും മൂഞ്ചിത്തൊന്നും അറിയാത്ത പോലെ ഞാൻ നേരെ ഇങ്ങോട്ട് ഇങ്ങനെ വരികയായിരുന്നു. പിന്നെ ഇറങ്ങിപ്പോയി മൂഞ്ചി പോവുകയാണ്, കാരണം അത് കൂടെ തന്നെയാണ് എൻട്രി. പൊട്ടന്മാർ ഷെടാ. അങ്ങനെ ഞങ്ങൾ പോവാണ്. 4 മേൽക്കൂരല്ല വീടിനൊക്കെ ടാറ്റാ ബൈ ബൈ ആയിരുന്നു. ഞാനിതേ അതിൻ്റെ മേലെ കൂടെ നടന്നു പോവുകയാണ്. ഇവിടെ സിമെൻ്റൊക്കെ സൈഡിലുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം ഇവിടെ പണി നടക്കണേ ഉള്ളൂ എന്ന്. ആരുടെ പണി നടക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ പോട്ടെ. സീറ്റിട്ട വരെയായിരുന്നു കേട്ടോ അത് 4 ചുവന്നുള്ളത്. പിന്നെ ഇത് ഈ ഒരു സാധനം കണ്ട, അതെനിക്ക് തൊട്ടോക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു മതിൽ തന്നെ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതൊരു വിശ്രമ കേന്ദ്രമാണ്, പക്ഷെ ആരും കണ്ട വിശ്രമ കേന്ദ്രമാണെന്ന് പറയില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ പോട്ടെ, അവിടെ ഇരിക്കാൻ ചെയർസൊന്നുമില്ല. പക്ഷെ അതിൻ്റെ പുറത്തിട്ട വ്യൂ, അതാണ് മക്കളെ വ്യൂ. അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. പിന്നെ എവിടെ ചെന്നാലും പെയിൻറ്റിങ്സ് ആണല്ലോ മുഖ്യം. അതേപോലത്തെ പെയിൻറ്റിങ്സ് അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ പെയിൻറ്റിങ്സ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുപോലത്തേന് നല്ല ഇളം കാറ്റ്, പക്ഷെ തണുത്ത് കുളിരിങ്ങോട്ട് കോരിയായിരുന്നു. പക്ഷെ എനിക്കറിയില്ലല്ലോ, ഇനിയും കുറേ നടക്കാനുണ്ടെന്ന്. പിന്നെ അത്യാഗ്രഹം മൂത്ത് ഞാൻ ഇറങ്ങി ഓടി ചാടി ഞാൻ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല. ഒരു സ്റ്റെപ്പൊക്കെ കയറി പോകണം. ഒരു മനുഷ്യൻ കണ്ട അവിടെ തലയിൽ കൈ വെച്ചിരിക്കുന്നത്, ആ തന്നതെടുത്താണ്. അപ്പോഴത്തേന് വേറൊരാൾ വിളിച്ച്. അത് ഒരു പ്രതിമയാണ്, ബട്ട് അതിനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ കുറേ പ്രതിമകൾ ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനത്തേന് പോയതാണ്. ആ സ്റ്റെപ്പും കയറിയിട്ട് അതിന് തൊട്ടടുത്ത് തന്നെയാണ് ആ ഒരു വിശ്രമ കേന്ദ്രം. പിന്നെ കുറേ വീടുകളുടെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നുകൊണ്ട് തന്നെ എല്ലാതും എത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിരിക്കണോ എനിക്കറിയില്ല കേട്ടോ. പിന്നെന്താ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ടീ, സ്നാക്സ്, വാട്ടർ, ഉപ്പിലിട്ടത്, പോപ്കോൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓരോ ഷോപ്സ് ഉണ്ട് ഇവിടെ. അതായത് നല്ല അടിപൊളി ഷോപ്പാട്ടോ. അതിനിടയിൽ ഇപ്പം ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ വന്നിരുന്നു. ഇക്കണ്ടില്ല ഗൈസ്. പിന്നെ ഈ ബാക്കത്തെ വ്യൂ എന്തായാലും വേറെ എവിടെ പോയാലും കിട്ടൂല, അതുകൊണ്ടാണ്.
പിന്നെ ഇതാ ഈ ഒരു പാക്ക് ഇതാണ് ഞാനെൻ്റെ പി. അപ്പം ഞാനും എൻ്റെ പിയും കൂടി ഈ കുറേ നേരം വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഇങ്ങോട്ടേനെ വന്ന് സംഭവം വേറെ ഒന്നുമില്ല, ഞങ്ങൾക്ക് വേഗം മേലൊക്കെ എണീറ്റ് പോകാനുള്ളതാണ്. അയ്യോ, അങ്ങനെ കഷ്ടപ്പെട്ട് ഞങ്ങൾ വീഡിയോകളൊക്കെ ഇട്ടിട്ട് വീണ്ടും ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോവാണ്. സത്യം പറഞ്ഞ ഷാളൊക്കെ പാടെ പറന്ന് പോവുകയായിരുന്നു കേട്ടോ ഗൈസ്. പാറി പാറി പോകുന്നു, പറന്ന് പറന്ന് പോകുന്നു. അങ്ങനെ പറന്ന് പറന്ന് പോകുന്നതാണ് ഗൈസ് നിങ്ങൾ അപ്പോൾ കാണുന്നത്. പക്ഷേ ബാക്കത്തെ വ്യൂ അതാണ് എനിക്ക് അടിപൊളി ഇഷ്ടപ്പെട്ടത് കേട്ടോ. സത്യം പറഞ്ഞ ഈ വീഡിയോയിൽ എൻ്റെ തൊട്ട് തലേൻ്റെ അടുത്ത് തന്നെയാണ് മേഘങ്ങൾ നിൽക്കണമെന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. യെസ് ഗൈസ്. യോ 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 ഷുടാ, ഞങ്ങളെല്ലാം കണ്ടല്ലോ. അങ്ങനെ വട്ടം കറക്കി വട്ടം തിരിച്ചൊക്കെ ഞാൻ നിൽക്കുന്ന സമയം കൊണ്ട് ഇപ്പം എവിടെയോ എത്തി. പിന്നെ അങ്ങനെയൊക്കെ കുറേ വീഡിയോസ് എടുത്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നേരെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും, കാരണം കുറേ കാഴ്ചകൾ എവിടെയും കാണാനുണ്ട്. പിന്നെ ഈ ഒരു വീടിൻ്റെ പി എടുത്തതാണ് അതിൻ്റെ വണ്ടിയിൽ കയറാൻ. അവിടെ നിന്ന് പൈപ്പൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്, വാട്ടർഫാൾ വെള്ളം വരികയെന്ന് തോന്നുന്നു. പക്ഷെ പിന്നെയാണ് എനിക്ക് ചാടണമെന്ന് ഒരു തോന്നൽ. പിന്നെ അങ്ങനെ ചാടി ചാടി മറിഞ്ഞ് കിടക്കുമായിരുന്നു എൻ്റെ വണ്ടി. സംഭവം വരല്ല, എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ എനിക്കിങ്ങനെ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറുക ഇഷ്ടമാണ്. ഒരു ഒറ്റ ചാട്ടം, ആഹാ സുഖം. പിന്നെ അവിടെ കാണുന്ന ആ ഒരു പാലത്തമ്മ കണ്ടില്ലേ, ദിസ് ഈസ് ഗ്ലാസ് ബ്രിഡ്ജ്, അതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അവിടെയൊക്കെ കയറിയപ്പോൾ അതൊക്കെ അടിച്ചു പൊളിച്ച് വരണമെന്നായിരുന്നു ഞങ്ങൾ തീരുമാനം. ബട്ട് ഇവിടെ കയറിയപ്പോഴത്തേനും ഞങ്ങൾ തീരുമാനം മാറിപ്പോയി, വേണ്ടാന്നായി. ശരി, എന്ത് ചെയ്യാനാ. അങ്ങനെ വീണ്ടും വരുന്നു. എന്നാലും അവിടുത്തെ കാഴ്ചകൾ ആദ്യം അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ. ഞാൻ ആദ്യം ഇങ്ങനെ എനിക്ക് പറ്റൂല എതിരാളുകൾ കൊടുത്തെന്ന് പറഞ്ഞിട്ട് കുറേ അങ്ങോട്ട് ചീത്ത പറഞ്ഞിരുന്നു. പിന്നെയല്ല മനസ്സിലായേ, കുട്ടി അതൊന്നും പറ്റൂലടേ, ഇതൊക്കെ വേറെടേ, അതൊക്കെയാണെന്ന്. അതിൻ്റെ മീമിയാണ്. ശേഷം ഞങ്ങൾ പിന്നെ ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പോയി ഏത് അറ്റം വരെ പോകുക എന്ന് വെച്ചാൽ എനിക്കറിയില്ല. കുറേ അറ്റം ചുറ്റുകളും വട്ടം ചുറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. നടന്ന് എൻ്റെ കാല് ചുറ്റി പോയെന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു മണിക്കൂർ നേരം അങ്ങനത്തെ കുറേ സാധനങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. എന്തിനാവും ഫസ്റ്റേയിൽ തന്നെ കയറി ഈ വീഡിയോ എടുത്ത്, പല ലാസ്റ്റേയിലും കയറി വീഡിയോ എടുത്താൽ മതിയില്ലെന്നായിരുന്നു പിന്നെ എൻ്റെ നിലപാട്. പിന്നെ എനിക്ക് ഇത്ര വലിയ ഇഷ്ടമായില്ല, കാരണം ഈ ഫസ്റ്റ് വ്യൂ ഒന്നും എനിക്ക് തീരെ അങ്ങോട്ട് പിടിച്ചില്ല. സംഭവം വേറെ ഒന്നുമല്ല, നമുക്ക് കുട്ടികൾക്ക് വല്ലതും ഉണ്ടായാലല്ലേ നമ്മൾ പോവുള്ളൂ. നമുക്ക് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടാൽ വലിയവർക്കാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ കാണാൻ നല്ലതുണ്ടാവും. ബട്ട് നമുക്ക് നോട്ടി. ഇതാണ് ഞാൻ പറഞ്ഞ വേറൊരു മനുഷ്യൻ തല കയ്യിലാക്കി ഒരു പൂവിന് ഏതോ ഒരു പാതകളെ കൊണ്ടുപോയി ഏതോ ഒരു തല പിടിച്ചിരിക്കുന്ന മനുഷ്യൻ. പിന്നെ ഇത്രയും വലിയ വില കണ്ടിട്ട് ആരും പേടിക്കണ്ട, അതൊരു വിശ്രമ കേന്ദ്രമാണ്. പിന്നെ ഈ വിശ്രമ കേന്ദ്രത്തിൽ പെയിൻറ്റിങ്സ് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ പെയിൻറ്റിങ്സ് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാം എന്ന് വിചാരിച്ചത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, അടിപൊളിയാണ്. ഇതാണ് കുറേ പെയിൻറ്റിങ്സ് കേട്ടോ, ആദിവാസികളുടെ പെയിൻറ്റിങ്സും അതേപോലെ തന്നെ ഒരു വരച്ച കുറേ പെയിൻറ്റിങ്സ്, പണ്ടത്തെ കമ്മലൊക്കെ ഇട്ടിരിക്കുന്നതും അങ്ങനെ കുറേ. പിന്നെ ഇതാ വുഡ് കേസ് പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഈ എന്തിപ്പോൾ പറയുക, നമ്മുടെ ഈ കേജിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനത്തെ പെയിൻറ്റിങ്സ് അല്ലേ വരയ്ക്കുക, അങ്ങനത്തെ പെയിൻറ്റിങ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനത്തെ പെയിൻറ്റിങ്സൊക്കെ കണ്ടിട്ട് ആ ഒരു മനുഷ്യൻ്റെ ചുവട്ടിൽ പോയി ഇത്തിരി വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ്. അങ്ങനത്തെ ഒരു ഫോട്ടോസ് അപാരതയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. പിന്നെ എൻ്റെ ചുറ്റും കാണാൻ നല്ല അടിപൊളിയായിരുന്നു, കാരണം നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം. ആ നിറഞ്ഞ സ്ഥലത്തിൻ്റെ അവിടെ ആ ഒരു മനുഷ്യൻ, അതിൻ്റെ ഉള്ളിൽ ഞാൻ. ആഹാ, നല്ല ശാന്തം. വേഗം ഇങ്ങോട്ട് ഇറങ്ങിപ്പോൾ നല്ലോണം, പക്ഷെ അവിടെ ഇരിക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. ഇത്രയും നേരം ഒരു വിശ്രമ കേന്ദ്രത്തിലും എത്തിയിട്ടും ഇരിക്കാത്ത ഞാൻ വിശ്രമ കേന്ദ്രം അല്ലാത്ത അതിൻ്റെ വണ്ടിയിൽ പോയിരുന്നപ്പോൾ അയ്യോ എൻ്റെ കാലേ. പിന്നെ അതേ അടുത്തൊരു ബോർഡ്,
അതുമ്മയാണെങ്കിൽ മഞ്ചാതി വെച്ച് ഇരിക്കണ പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങനത്തെ ബോർഡുകളൊക്കെ കാണാൻ നമ്മൾ മെയിനായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തുമെന്ന് ആർക്കും അറിയാതിരിക്കില്ലല്ലോ. അങ്ങനെ ലല്ലല്ല പാടിയാണ് ഇപ്പോഴത്തെ നടത്തം. എന്തായാലും കുറേ ലൈക്കൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. എന്നാലും ഞാൻ പാവല്ലടി, ഒന്ന് ലൈക്ക് അടിച്ചടി. ലൈക്ക് അടിച്ചിട്ട് പോവാനല്ല പറഞ്ഞ്, സബ്സ്ക്രൈബും ലൈക്ക് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്താലേ കാണടേ. അങ്ങനെ അങ്ങനെ തോന്നുന്നു. പിന്നെ പോയി കയറ്റവും ഇറക്കമൊക്കെ നടന്ന് ഇൻ്റെ കാറ്റ് പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ ചിരിച്ച് ഓടൽ വേറെ ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകും. അതിനു മുമ്പ് ഞാനൊന്ന് നടന്നു പോട്ടെ. കാരണം എനിക്ക് ചിലപ്പോൾ ചിരി വരും, ചിലപ്പോൾ ചിരി വരില്ല. അങ്ങനത്തെ ബുദ്ധിജീവിയൊന്നുമല്ല ഞാൻ. കാരണം ഇനി എനിക്കിത് വരാൻ പോകുന്നുണ്ടടേ. ആദ്യം എനിക്ക് തീരെ ഇഷ്ടമായില്ല ഈ സാധനം. കാരണം ഒന്നും കാണാനും ഇല്ലേനും വെറുതെ നടക്കുമ്പോഴേനും. പിന്നെ എൻ്റെ മുഖത്ത് ആ ഒരു പുഞ്ചിരി വരാനുള്ള കാരണം ഒരു പാർക്ക് അവിടെ ഉണ്ട്. ഇത്രയും നേരം അവിടെ നിന്ന് നടന്ന് കിട്ടാത്ത സന്തോഷം ആ ഒരു പാർക്കിൽ കിട്ടിയെന്ന് തന്നെ പറയാം. വേഗം പാർക്ക് ഓടലായിരുന്നു എൻ്റെ പണി. ഞാൻ എന്ത് ചെയ്യാൻ, എനിക്ക് വേഗം പാർക്ക് കയറണം, വേഗം പാടേ, പാർക്ക് കയറണടേ. അപ്പോഴാണ് യൂട്യൂബിലൊക്കെ കണ്ടിരിക്കുന്നത് ഈ ഒരു സാധനം ഉണ്ടല്ലോ, പാലം പുറത്തെ സാധനം. അതിലൊരു ചേച്ചി വന്നിരിക്കുന്നത്. ചേച്ചിക്ക് അങ്ങ് പേടിയാണ്. ഞാനിത് എന്തുവാടേ എന്നൊക്കെ പറഞ്ഞിട്ട് കയറി നോക്കിയതാണ്. സത്യം ഞാൻ പറഞ്ഞു ഞാനൊന്നും മുഴുവില്ല പറഞ്ഞിട്ടാണ്. പിന്നെ പാലോട് പറഞ്ഞു ഇപ്പം ഒന്ന് ബാക്ക് വന്നിരിക്കുക നല്ലതാണ്, ഞാൻ വീണ എൻ്റെ പിടിച്ചു എനിക്ക് വയ്യ, ആ ഒരു പുള്ളിയിലേക്ക് വീഴുകയാണെന്ന്. സത്യം പറഞ്ഞ നമ്മളത് നിൽക്കുമ്പോൾ മൊത്തം ഇങ്ങനെ കടന്നങ്ങോട്ട് ആടുകയാണ്. പിന്നെ എനിക്കെൻ്റെ വീട്ടിൽ ഊഞ്ഞാലിൽ കാല് വെച്ച് ആടുന്ന എക്സ്പീരിയൻസ് ഉണ്ടാവുകൊണ്ട് തന്നെ ഞാൻ നേരെ അങ്ങോട്ട് പോവുമായിരുന്നു. ഒരു കുട്ടി ഉണ്ടായിരുന്നു അതിൻ്റെ ബാക്കിൽ. അങ്ങനെ ഞാൻ ആ എച്ച് മലയിൽ കൂട്ടി ഇങ്ങനെ പോവുമായിരുന്നു കേട്ടോ. നല്ല രസമാണ് അതുമ്മക്കൂടെ പോവാണ്. ഇങ്ങനെ തൂങ്ങി പോകാം. പക്ഷെ നല്ല നാട്ടിലുണ്ട്. രസം മാത്രമല്ല, നമ്മൾ വീഴുകയും ചെയ്യും. അതിന് നല്ല സാധ്യതയുള്ള കാര്യമാണ് ഗൈസ് അത്. അങ്ങനെ നമ്മളത് ജയിച്ചിട്ട് എന്ന് സന്തോഷ വാഗ്ദാനം ചെയ്യലാണ് അപ്പം കണ്ടത്. പിന്നത്തെ ഒരു സ്ലൈഡ്. പിന്നെ സ്ലൈഡ് കണ്ടാൽ നമ്മൾ ഒരിക്കലും ഇതാക്കില്ല. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തപ്പി വരുന്നത് കേട്ടോ. എന്തായാലും സ്ലൈഡൊക്കെ കണ്ട സ്ഥിതിക്ക് കയറാതെ പോയാൽ അതൊരു മോശമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഒട്ടും പേടിയില്ലാതെ കടന്നിട്ടും ഉരുണ്ടിട്ടൊക്കെ സ്ലൈഡിൽ ഞാൻ ഇങ്ങനെ ഒരിസി ഇങ്ങനെ വരുന്നത്. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരിസി പതുക്കെ അങ്ങോട്ട് താഴെ എത്തി. പിന്നെ അത് ഈ സാധനം. പിന്നെ ഞാൻ ആ 2 വലയിൽ കയറിയിട്ട് വേഗം തന്നെ വന്നു. ഇതെനിക്ക് പറ്റുന്ന കളിയില്ല എന്ന്. പിന്നെ ഈ ഒരു പസിൽ ആ വണ്ടേ ഉണ്ടായിരുന്നു. ആ ഒരു പസിൽ ഞാൻ കയറി. സംഭവം ഞാനത് പിന്നെയാണ് അത് കണ്ടത്. എന്തായാലും ഞാൻ കയറിയ ക്ലിപ്പ് പോയി എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. യെസ് ഗൈസ്, അത് പോയിട്ടുണ്ട്. പിന്നെ എന്തായാലും മലേൻ്റെ മേലെ കയറണപ്പോൾ അടിപൊളി വ്യൂ. ആ വ്യൂ മാത്രമല്ല ഗൈസ്, അതുപോലത്തെ വ്യൂ അവിടെ കുറേ അടിപൊളി വീടുകൾ ഉണ്ടാക്കി വെച്ചത് കണ്ടു ഗൈസ്. പിന്നെ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അങ്ങോട്ട് പോകുമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ അങ്ങോട്ട് പോകാനുള്ള വഴി ഏതാന്ന് എന്നെ കൊണ്ടുണ്ടോ അറിയാൻ കുറേ വഴികൾ. അതിൽ 4, 5, 6 കടകൾ നിരയായിട്ടിരിക്കുന്നു. ഏതായാലും കടയിൽ നിന്നൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ പോവുകയാണ്. എന്തായാലും കുറേ കടകളൊക്കെ കണ്ട് ആകെ മടുത്ത്. പിന്നെ അതിൻ്റെ ഇടയക്കൂടെ വഴിയുണ്ട്. അപ്പോൾ ആ ഇടയക്കൂടെ വഴിയിൽ സ്റ്റെപ്പും കൊണ്ട് ഇറങ്ങിപ്പോന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ അങ്ങോട്ട് പോകേണ്ട വഴിയിൽ എൻ്റെ അപ്പം ഇങ്ങോട്ട് പോയി. ഇപ്പം ഫോളോ ചെയ്ത് നടക്കുന്ന ഞാനും അങ്ങോട്ട് പോയി. വെരി നൈസ്. പിന്നെ എൻ്റെ പൊന്നാൻ്റെ അപ്പൊക്കെ വഴി അറിയുകയാണെങ്കിൽ ഇപ്പം എന്തിനാ അങ്ങോട്ട് പോയെന്നറിയോ? പൊക്കോൺ ഇവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ? എന്തായാലും പൊക്കോണില്ലാത്ത ബാക്കിയൊന്നേ സാരമില്ല, വീണ്ടും തിരിച്ച് നടക്കാം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചടന്ന് പിന്നെ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് തന്നെയാണ് കൺഫ്യൂഷനായി. അങ്ങനെ ലാസ്റ്റ് നേരെ ഏതോ ഒരു വഴിക്ക് പോയി.
ഏതോ ഒരു വഴിക്കോയി എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരാതിരിക്കൂലല്ലോ. ആ അങ്ങനെ ഏതോ വഴിക്കോയി ഏതോ സ്ഥലത്ത് കൂടെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ഒന്നും എനിക്കറിയില്ല, കാരണം ഇത് നിറച്ച് കടകളാണ്. ഇതിൻ്റെ ഉള്ളിലൊന്നും കാണാനില്ല. ഇനി കാണാൻ പോയാലും നിങ്ങൾ നോക്കിയിട്ട് ഒന്നും വാങ്ങുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ അപൂർവമായി ഏതോ ഒരു കടേൻ്റെ ഉള്ളിൽ കയറാൻ എൻ്റെ മനസ്സിങ്ങനെ പേടിപ്പിച്ചു. ആ ഒരു പേടിപ്പിച്ച ക്ലിപ്പ് ഇതിലുണ്ടാവും എന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു വിശ്വാസം. യെസ് ഗൈസ്, ഉണ്ട്. ഇതാണ് അത്. കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. എന്തൊക്കെ സാധനങ്ങളാണ് അതിൻ്റെ പേരും കൂടി നമുക്ക് അറിയില്ല. പിന്നെ ഇത് എന്തൊക്കെയാണ് പാക്കറ്റിലാക്കി വെച്ചതെന്നൊന്നും ആരും ചോദിച്ചിട്ടുണ്ടാകും, കാരണം ഐ വിൽ നോട്ട്, എനിക്കറിയില്ല. എനിക്ക് പിന്നെ അതിൻ്റെ പേര് നോക്കലുള്ളൂ. വല്ല അടിപൊളി. പിന്നെ പൊക്കോൺ തന്നെ ആൾക്ക് പൊക്കോൺ കിട്ടി, അപ്പോൾ പൊക്കോൺ വാങ്ങേണ്ട ദൃശ്യമാണത്. പിന്നെ വേറൊരാൾക്ക് ചായപ്പൊടി കിട്ടി, ചായപ്പൊടി വാങ്ങുന്ന ദൃശ്യം ഇനി ഉണ്ടാവും. പിന്നെ ഉപ്പിലിട്ടത് അത് ഇത് അങ്ങനെ എല്ലാതും ഇവിടെ ലഭ്യമായിരുന്നു. എന്ത് ചെയ്യാനാ, നമുക്കൊക്കെ ഒന്നേ ഉള്ളതേ. ഇൻ്റെ പൊക്കോൺ നിങ്ങളുടെ നാട്ടിക്ക് അയ്യടാ 13 റുപ്പീസേ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ പൊക്കോണിന്. പണ്ട് കല്യാണപ്പുരയിൽ ഇങ്ങനത്തെ പൊക്കോൺ ഉണ്ടായിരുന്നു. അതിനകത്ത് ഇടയ്ക്കൂട്ടി ഓർമ്മ ഈ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ എനിക്ക് വേഗം മനസ്സിലേക്ക് അങ്ങോട്ട് ഓടി എത്തി. അങ്ങനെ ഓടി ഓടി പാല് വിഷമത്തിൽ പൊക്കോൺ തിന്ന് പിന്നെ ഞാൻ നടക്കാൻ തുടങ്ങി. സ്ഥലം എത്തിയിട്ടില്ലല്ലോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൾ വാഴുന്നുണ്ട് പൊക്കോണുകൾ. എന്ത് ചെയ്യാനാ, കുഴപ്പമില്ലതേ. അങ്ങനെ നമ്മൾ എത്തിയിട്ടോ. പക്ഷെ ഈ ഒരു ക്ലിപ്പ് കാണാൻ നല്ല അടിപൊളിയായിരുന്നു ഗായ്സ്. ഓൽപ്പരികളൊക്കെ അല്ല അടിപൊളി ക്ലിപ്പുകൾ കേട്ടോ. എനിക്കാണെങ്കിൽ പെട്ടെന്ന് നല്ല അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മുന്നേ നടക്കാൻ പ്രേതമൊന്നുമില്ല, അത് ഞാനാണ്. എന്നെ കണ്ട പ്രേതത്തിലൊക്കെ ഒന്നും ഇല്ലല്ലേ, ഞാൻ വെറുതെ നമ്പർ അടിച്ചു വിട്ടത്. അങ്ങനെ ബാ പോക്കാം. അപ്പോൾ നമ്മളിതാ പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് വിട്ട കുന്തം പോലെ. കൈകളുടെ വാരലുകൾ കഴിഞ്ഞിട്ടില്ല, കാരണം അയ്യോ എന്ന് പറഞ്ഞ കോണം മുടിച്ച് നടക്കുകയായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകാൻ തുടങ്ങി. മതിൽ കഴിഞ്ഞ ശേഷം അപ്പുറത്ത് കൂടെയാണ് അതിന് വേനൊക്കെ ബോർഡുണ്ട്. പക്ഷെ നമുക്ക് അപ്പുറത്ത് കൂടെ പോകേണ്ട ആവശ്യമില്ല, കാരണം അവിടെ എന്തൊക്കെയുണ്ട്. പിന്നെ അവിടുത്തെ ആ ഒരു പുല്ല് നിറഞ്ഞ സ്ഥലത്തിൻ്റെ ഇടയിലാണ് ഒരു ചെറിയ കൊച്ചു വീടുള്ളത്. കൊച്ചു വീട് അവിടെ നിന്നോട്ടോ, കൊച്ചു വീടിന് ഇങ്ങോട്ട് വരണ്ട കേട്ടോ. അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു കൊച്ചു വീടിന് ഞാൻ കൊടുത്തത്. എന്തായാലും ആ ഒരു കൊച്ചു വീട് എപ്പോഴും സാധാരണയായിട്ട് കാണുന്നതാണ്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് അവിടെ കാർഡ്ബോർഡിൽ എന്തൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് കാർഡ്ബോർഡാണോ മരത്തിൻ്റെ കഷ്ണമാണോ നമുക്കറിയില്ല. പിന്നെ എന്തിനാണ് നീ പറഞ്ഞത്, അത് വെറുതെ തള്ളു. പിന്നെ എന്താ ഈ സാധനം പണ്ട് വെള്ളം കൊരിയുന്ന സാധനമാണ്. പക്ഷെ അത് ഇപ്പം അങ്ങനെ നമുക്ക് തൊടാൻ പറ്റില്ല, കാരണം അവിടുത്തെ ഫുള്ള് പണി അവസാനിച്ചിട്ടില്ല. അങ്ങനെ കുറേ ഈ ഓടുവരികൾ ഓടുവരല്ല വൈക്കോൽപ്പരികൾ. ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇത് കാണാമെന്ന് പറഞ്ഞാൽ വളരെയധികം അപൂർവമായിരിക്കും. കാരണം ഇപ്പോഴത്തെ പുതിയ ന്യൂ ജനറേഷനുള്ള ഓരോ എല്ലാ കുട്ടികളും ഒന്ന് ഓൾഡ് ജനറേഷൻ്റെ ഓലപ്പരയും പട്ടപ്പരയും എല്ലാതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോളൂ കേട്ടോ. ആ ഒരു വീടിൻ്റെ ചന്തം നോക്കി മക്കളെ, എന്ത് ചെയ്യാനാ, കൺകുളിർക്കെ കാണാൻ കാഴ്ചകൾ അത്രയും അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വീടിൻ്റെ ഭംഗി നോക്കിയിട്ടേ ഉള്ളൂ. ഇനി വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് കയറാൻ പറ്റും. പക്ഷേ ഞങ്ങൾ വളരെയധികം ക്ഷീണിതരായതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ വഴിമുക്കിലാണ് പോയിരിക്കുന്നത്. സംഭവം വേറെ ഒന്നുമല്ല, അങ്ങോട്ട് വയ്യെന്നേ. എന്തായാലും സാരമില്ലാന്ന് അങ്ങ് പറഞ്ഞ് അങ്ങതേ പോകുന്നു. അയ്യോ, ഇതാണ് കുറേ ഉണ്ട് ഈ വീഡിയോ കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെയാണ് ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഞാൻ വളരെയധികം നോക്കിയതായതുകൊണ്ട് തന്നെ ഇതാണെങ്കിൽ ചെറിയൊരു വീടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ ഇതിന് ഇപ്പം എന്തെങ്ങനെ ഈ വെള്ളച്ചമലൊക്കെ ഇങ്ങോട്ട് കണ്ടിട്ട് പിന്നെ അവിടെ ആണെങ്കിൽ ഒരു ജനാലയും സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെയാണ് സംഭവം മാറിയത്.
കുറേ സാധനങ്ങൾ ചില്ലുംകൂട്ടിൽ വെച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ വെഹിക്കിളും കൊണ്ട് കുറേ മാനേനുണ്ട്. അങ്ങനത്തെ കുറേ അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ആ റിംഗ് ടോങ് വേറെ ഒന്നുമല്ല, ഒരു ഫോൺ കോളായിരുന്നു കേട്ടോ. അപ്പം ഇതാ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ ചുറ്റിക്കാണാൻ. അടിപൊളിയായിരുന്നു ഓരോ സ്ഥലം. പിന്നെ ഓരോ ഫോട്ടോസൊക്കെ ഉള്ള ഫ്രെയിം, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് ഹോളിഡേ ആണോയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അന്ന് പോയ സമയത്ത് നല്ല അടിപൊളി തിരക്കുണ്ടായിരുന്നു. ഒന്ന് വാ ഒന്ന് ചുറ്റിയിട്ട് ഇങ്ങോട്ട് തന്നെ വരാൻ പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. ഹോളിഡേയ്സിൽ പ്രത്യേകിച്ച് എൻ്റെ പൊന്നെ, ഹൗ എന്തോന്ന് പറയാനാണ്. ലാസ്റ്റ് ഞങ്ങളാകപ്പാടെ കുഴങ്ങിപ്പോയി ഗായ്സ്. സംഭവം വേറെ ഒന്നുമല്ല, ഹൗ നടന്നാണ്. പിന്നെ ദേ ഗായ്സ്, ഇതൊരു വിശ്രമ കേന്ദ്രമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്തായാലും വിശ്വസിച്ചോ, ഇതൊരു വിശ്രമ കേന്ദ്രമാണ്. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് എത്തി നോക്കാനാണെങ്കിലോ ഞാൻ അപ്പോഴാണ് മനസ്സിലായേ ഇവിടെ കുറേ, അതായത് ഇവിടെ അഭിനയിക്കാനും ആളുകളുണ്ടെന്ന്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ എവിടെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ എനിക്ക് പോകണമായിരുന്നു. കാരണം എനിക്കാണെങ്കിൽ ഇതൊക്കെ കാണാൻ നല്ല ആകാംക്ഷയാണ്. സംഭവം വേറെ ഒന്നുമില്ല, ഏതായാലും വരികയല്ലേ, അപ്പം എല്ലാം കൂടി ഒന്ന് കണ്ടിട്ട് ഒപ്പം അങ്ങോട്ട് പോകാമെന്നങ്ങ് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചൊക്കെ എന്തോട്ടതേ. അങ്ങനെ കുറേ ഇതൊക്കെ കൈസ്, ഒരു പുല്ലൊക്കെ ഇതായിട്ടുള്ള വീട്, അതൊക്കെ എല്ലാവർക്കും ഒപ്പം അങ്ങോട്ട് ഇറങ്ങി പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ആരും എൻ്റെ കൂടെ ഇല്ല. എല്ലാവരും അവിടെ ഇങ്ങോട്ട് സ്റ്റാച്ചു ആയിരിക്കുന്നുണ്ട്. സംഭവം വേറെ ഒന്നുമില്ല, എല്ലാവരും ഒറ്റയടിക്ക് അങ്ങ് കുഴങ്ങി. അതാണ് ഉണ്ടായത്. പിന്നെ ഈ ഒരു ചുമരൊക്കെ ഇതൊക്കെ ഗൈസ്, ഒരു പഴയ പെരൻ്റെ അതേ നൈസ് ലുക്ക് വരുന്നില്ലേ? ആ ഒരു ചുമരിൻ്റെ ഉള്ളിൽ കൂടെ പോയി, ഓ മൈ ഗോഡ് ഗൈസ് നോക്കൂ. അതേ, ഇത് നമ്മുടെ പണ്ടത്തെ തൊട്ടിലാണ്. ഇതാണ് നമ്മുടെ പണ്ടത്തെ അടുപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ പണ്ടത്തെ ഈ വിറകടുപ്പുണ്ടല്ലോ, അതാണ് അടുപ്പ്. അടുത്തത് ഇതിൽ എന്തോ വഞ്ചി എന്താ പറഞ്ഞ സാധനം അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പണ്ടത്തെ ഉറി ഗായ്സ്. ആ വഞ്ചിയിലാട്ടോ നമ്മൾ എന്ത് വെക്കുക, വിറകൊക്കെ വെക്കുക, പണ്ടത്തെ കെയിലുകൾ, പണ്ടത്തെ പാത്രങ്ങൾ. ഇത് പിന്നെ പണ്ടത്തെ തൊട്ടിയാണെന്നാണ് പറയണത്. പക്ഷെ ആ ഒരു തൊട്ടിയിലെ ആ ഒരു വിരിപ്പിൻ്റെ പോലെ സാധനമുണ്ട്, അത് വളരെയധികം നല്ല സോഫ്റ്റാട്ടോ. പിന്നെ കുറേ പാത്രങ്ങൾ എടുക്കുന്നുണ്ട്, അടിപൊളിയാണ്. പിന്നെ ഇതാ പണ്ടത്തെ കസാല എടുക്കുന്നുണ്ട്, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കുറേ ഫ്രെയിമുകൾ, അതായത് ഈ ഒരു വീടിൻ്റെ ഫോട്ടോ എന്താണെന്ന് എനിക്കറിയില്ല, കുറേ ഫ്രെയിമുകളുണ്ട്. പിന്നെ ഈ വാതിലും അടിപൊളി വാതിലാണ്. പിന്നെ ഈ ഒരു എന്താ പറയുക, മുളയതൊരു കട്ടില, അടിപൊളി, ഒരു രക്ഷയില്ല. പിന്നെ വിറക് കത്തിക്കുന്ന സാധനമുണ്ട്. പിന്നെ അവരെ നമ്മളിപ്പോൾ ഒരു മുൻക്രമിച്ച് ഓരോരോ കാര്യത്തിനും വന്ന ഓരോരോ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. സത്യം പറഞ്ഞാൽ ഈ ഒരു വീട് ഞാൻ അങ്ങനെ കടെടുത്താലോ എന്നങ്ങ് വിചാരിച്ചു. കാരണം സംഭവം അടിപൊളി വീടാണ് കേട്ടോ. പണ്ടെന്നാലും ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള വീടാണെന്ന്, അതായത് ഇപ്പോഴത്തെ വീടല്ലല്ലോ പണ്ട് ഇപ്പോൾ നമ്മൾ മരം കൊണ്ടാണ് കട്ടിലുണ്ടാക്കിയത്, പണ്ട് മുളയും കൊണ്ടായിരുന്നു കട്ടിൽ. ഇനി എന്തൊക്കെ കേട്ടോ, ഇതൊക്കെ ഒരു പണ്ടത്തെ നാച്ചുറലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മളെ ഒരു കോൺക്രീറ്റിൻ്റെ റോഡ്, ഇവിടെ കല്ല് പഠിപ്പിച്ച റോഡ്, ഇതൊക്കെ ഒരു പഴയ ഇതിൻ്റെ എന്താ പറയുക, ഒരു പഴയ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇതെല്ലാതും. പിന്നെ ഇതിൻ്റെ ഡോറും കട്ടിലും എല്ലാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, എങ്ങനെയെങ്കിലുമൊക്കെ ആ സ്ഥലത്തേക്ക് ഒന്ന് പോയാൽ നല്ല രസമുണ്ടാവും എന്നൊരു ഇത് നിങ്ങൾക്ക് വരുന്നുണ്ടാവുമല്ലോ. അങ്ങനെ ഇതാ ഈ ഒരു സാധനത്തേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടെ നമ്മൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാനിതാ വേറൊരു വീട്ടിലേക്ക് പോവുകയാണ് കാണാനെന്ന്, വേറൊരു വീടിനെ കാണാൻ പോവാന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് വീടാണ് ഗൈസ്. ഓരോന്നും കാണാത്തതുകൊണ്ട് ഞാൻ വേഗം തിരിച്ചോടിയതാണ്. പിന്നെ എല്ലാവരും കൂടി ആയിട്ടാണ് ഇങ്ങോട്ട് പോയത്. ഇതവിടെ പഴയ ഒരു കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മീൻ നെറ്റ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ കണ്ടു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ചില്ലുംകൂട്ടിലാക്കി വെച്ചിരുന്നു, ചില്ലുംകൂട്ടിൽ എന്തൊക്കെയോ ഐറ്റംസ് ആക്കി വെച്ചിരുന്നു. പിന്നെ അവിടെ എല്ലാത്തിലും ഉണ്ട് കേട്ടോ അവരുടെ പിക്ചർ ഫ്രെയിം ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് നോക്കി.
കുറേ കൊട്ട സാധനങ്ങൾ ഇതാ ഓരുണ്ടാക്കി ഈ കഴിയുന്നത് ഓരുണ്ടാക്കുന്നതും അങ്ങനത്തെ കുറേ ഫോട്ടോ ഫ്രെയിംസ് കണ്ടു. അവർക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു ചിലതൊക്കെ കാണാൻ. അധികം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒരു ഫോട്ടോസ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ പഴയ കാലത്തെ ഓർമ്മകൾ ഇങ്ങോട്ടങ്ങ് വരും. അവർ പണ്ട് ഓരോ സാധനങ്ങളിങ്ങനെ തലയിലേറ്റി അതിലെ കൃഷി സാധനങ്ങൾ ഇട്ട് വെച്ചിരുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഒരു ആകാംക്ഷയാണല്ലോ ഇതൊക്കെ കാണാൻ. ഒരു അത്ഭുതകരമായ കാഴ്ചകളാണ്. അതായത് ഈ ഒരു നൂറ്റാണ്ടിലൊന്നും നമുക്ക് ഇത്രയും ഇതായിട്ടുള്ള ശരിക്കും സാധനങ്ങളോ വീഡിയോസും പുസ്തകസും ഒക്കെ ചിലപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് അവിടെ നിന്നും കിട്ടുമെന്ന് വിചാരിക്കാം. പക്ഷേ സാധനങ്ങളും ഒക്കെ നേരിലൊരു കാണാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ന്യൂ ജനറേഷന് ഇതൊക്കെ ഒന്ന് അറിയേണ്ടതാണ്. ന്യൂ ജനറേഷൻസ് ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല, പണ്ടത്തെ ഇതുകളും. പക്ഷേ ഇപ്പോൾ ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ ഇപ്പം ഞാൻ ഉൾപ്പെടെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും. ഹായ് പണ്ട് ഇങ്ങനെയായിരുന്നു, അയ്യോ എന്താ ചന്തം, അടിപൊളിയാണല്ലോ. അപ്പം അതൊക്കെ നമുക്കിങ്ങനെ തോന്നും. ബട്ട് എന്നാലും കാണാൻ നല്ല രസമാണ്. അങ്ങനെ വീണ്ടും നമ്മൾ അടുത്തൊരു വീട്ടിലേക്ക് പോവുകയാണ്. കുറേ ഉണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുമ്പോൾ ഇവർ ഉണ്ടാക്കിയതാണെങ്കിലും ഇപ്പോൾ ഇവർ കൈ കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും അവിടെ പോയി വരുമ്പോൾ നമുക്കൊരു പണ്ടത്തെ ഒരു ഫീല് കിട്ടും എന്നതാണ് സത്യം. ഇതൊക്കെ കണ്ടുമ്പോൾ നമുക്ക് എനിക്കൊക്കെ തോന്നി ഇതിലൊന്ന് ഒരു ദിവസം കടന്നാൽ എത്ര നന്നായിരുന്നു. കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്നാണ് കണ്ടാൽ നമുക്ക് തോന്നുള്ളൂ. ഓക്കെ, ബട്ട് ഇവിടെ നമ്മൾ അധികം നിൽക്കാറില്ല. കാരണം ഇവിടെ ആന, പുലി എന്നീ സാധനങ്ങൾ ഇറങ്ങുന്നതാണ് ആ കാട്ടിക്കൂടെ. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ സ്റ്റേ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. പിന്നെ അതിൻ്റെ ഇടയിൽ അങ്ങനത്തെ ഓരോ സാധനം കണ്ടു. എൻ്റെ വിചാരം അത് നമ്മൾ നടക്കുന്ന ഒരു പാതയാണെന്നാണ്. ഞാൻ അതൊക്കെ കയറാനൊക്കെ പോയി. ബട്ട് ഡണ്ട് അങ്ങോട്ട് കയറിയാൽ മാറിപ്പോകും മോളെ. അടുത്തതാണ് ഈ ഒരു വൈക്കോൽപുര. ഓരോ പുരകളും സെയിം ഇതായാലും ഓരോതിൻ്റെ ഉള്ളിൽ ഓരോന്നായിട്ട് വെച്ചേക്കായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ നേരത്തെ ഒറ്റയ്ക്ക് പോയി വീടെടുത്ത സാധനമാണ്. പിന്നെ ഇതിപ്പോൾ എല്ലാവരും കൂടി വരുമ്പോൾ ഞാനൊന്നും വന്നിട്ടില്ല എന്നൊരു ഉദാഹരണത്തിൽ ചെറുതായിട്ടൊന്ന് വീടെടുത്തു എന്നേ ഉള്ളൂ. ബട്ട് സത്യം പറയാലോ നല്ല രസമുണ്ട്. ഇപ്പം ആദ്യം തന്നെ കൊണ്ടുപോയി ആ മുളൻ്റെ കട്ടിലും അങ്ങനെ ഇടുന്നിട്ടുണ്ട്. പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. അത് കുറേ സാധനങ്ങളിങ്ങനെ കാണാനും നോക്കാനും പിന്നെ പണ്ടത്തെ കുറേ പാത്രങ്ങളും പിന്നെ നമ്മളെ ഉപ്പാർക്കും ഉമ്മാക്കൊക്കെ അറിയാതെ എന്തൊക്കെ സാധനങ്ങളാണെന്നും കാര്യങ്ങളാണെന്നൊക്കെ അല്ലേ. ബട്ട് നമുക്കിപ്പോൾ ഒന്നും അറിയില്ല. എന്നാലും നമ്മളതൊക്കെ ഒന്ന് നോക്കി വെച്ചു എന്ന് മാത്രം. പിന്നെ ഈ തൊട്ടിലാണ് വളരെയധികം അവശേഷിപ്പിച്ച. പിന്നെ ഈ ഒരു അടുക്കള എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോഴത്തെ അടുക്കളയൊക്കെ കണ്ട ഈ വീടിൻ്റെ അത്ര ഉണ്ടാവും. സത്യം പറയാനുള്ള അടിപൊളിയാണ്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കയ്യിലുകളൊക്കെ മരത്തിൻ്റെ ഷേപ്പിൽ കണ്ടപ്പോൾ സത്യം പറയാനുള്ള അതേപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടാണ്. പക്ഷേ മരത്തിനാണ്. പിന്നെ ഇതാണെങ്കിൽ നല്ല അടിപൊളി കൊട്ടയായിരുന്നു. ഞാൻ അതെടുത്തോണ്ട് വിചാരിച്ചു. ബട്ട് ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടോ, അത് വിടാം. പാത്രങ്ങളൊക്കെ വെച്ചാൽ മാത്രമേ ഇതിൻ്റെ ഓരോ ഫോട്ടോ ഫ്രെയിംസും കാണുമ്പോൾ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇരിക്കുന്ന സ്ഥലം, മുളേൻ്റെ കട്ടിലും പോസ്റ്റേഴ്സ്, അതേപോലെ തന്നെ നമ്മുടെ പിന്നെ അടുത്ത വീട്ടിൽ പോയപ്പോൾ കണ്ടാണ് കുറേ ചെണ്ടകൾ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട്. പഴയ ചെണ്ടകളാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അപ്പോൾ ഈ പഴയ ചെണ്ടകളൊക്കെ എപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്ന് പറഞ്ഞാൽ വളരെയധികമാണ്. ആളുകളൊക്കെ തൊട്ട് ഇത് കേട് വരുമോ എന്ന് പേടിച്ചായിരിക്കും അവർ ചിലപ്പോൾ അതൊക്കെ വെച്ചത്. അങ്ങനെ നമ്മുടെ ഒരു ഷോക്കേസിൻ്റെ കോളിലാക്കിയിട്ട് അങ്ങനെ വെച്ചത്. പിന്നെ നമ്മൾ വേറെ കുറേ വീട്ടിലേക്ക് പോകണം നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ഇതിൻ്റെ ഫുള്ളായിട്ട് പണി നടന്നിട്ടൊന്നുമില്ല. എന്നാലും നമുക്ക് ഇതൊക്കെ നല്ല രസമാണ്. അങ്ങനെ നമുക്ക് അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും അടിപൊളി കാഴ്ചകളാണ് നമുക്ക് കാണാനില്ല കേട്ടോ. അങ്ങനെ അത്രയും അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിത് തിരിച്ചു വരികയാണ് കേട്ടോ. കുറേ സ്ഥലത്ത് കൂടെ ഇങ്ങനെ തിരിച്ചു പോകാൻ നല്ല ഭംഗിയായിരിക്കുമല്ലേ. അതായത് വീണ്ടും നമ്മൾ സത്യം പറയാലോ ഇവിടുന്ന് വരിക എന്നൊന്നും പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് പോവുകയാണ് ഒരു സ്വർഗ്ഗ ലോകത്തു നിന്ന് പോണ പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക കേട്ടോ. ഏകദേശം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് നമുക്ക് വിശപ്പോ
ദാഹോ ഒന്നും അനുഭവപ്പെട്ടില്ലെങ്കിലും ആ കാഴ്ചകൾ വീണ്ടും 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 ഒന്ന് പോയി കാണാനും പിന്നെ ആ മുളയുടെ കട്ടിൽ കിടന്ന് കുറച്ച് ഇരിക്കാനും കിടക്കാനും ഒക്കെ ഉണ്ടാവില്ല നമുക്കൊക്കെ ഒരു ആഗ്രഹം. അങ്ങനെ നമ്മൾ ആഗ്രഹത്തിൽ പോകടെ കുഴപ്പമില്ല. അങ്ങനെ തിരിച്ച് പോവുകയാണ് ഗൈസ്. പോകാണ് ഞങ്ങൾ തിരിച്ച് പോകണ സമയത്ത് അതിൻ്റെ പുറത്ത് ആ ഒരു പുൽമേടുകൾ കണ്ടു. അതെനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കലാണ് എൻ്റെ പണി. ഓക്കെ, പിന്നെ നമ്മളതാ വേ ഔട്ടിൽ കൂടെ പോവുകയാണ് ഗായ്സ്. എന്തായാലും പോകാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും നമുക്ക് കുറച്ച് നേരം ആ കാഴ്ചകൾ ഇങ്ങനെ കണ്ടിരുന്നോടെ. കുറച്ച് നേരം പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഇരുന്നാലും നമുക്ക് വേഗം പോകേണ്ട അത്യാവശ്യമുണ്ട്. സമയം എന്തായാലും ഒരു 4 മണി ആയാലും നമുക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ ഒന്ന് കിട്ടിയില്ലെങ്കിലും പ്രത്യേകിച്ച് എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ അടിപൊളിയാണ്. ആ മതിൽ ആയിക്കോട്ടെ, പിന്നെ അധികം അവിടെ മരമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഈ പഴയൊരു ഗ്രാമത്തിൻ്റെ ലുക്കിൽ അവർ ചെയ്തത് കൊണ്ട് തന്നെ ശരിക്കും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന പോലെ എനിക്ക് നല്ലോണം ഫീൽ ചെയ്തു. കാരണം അടിപൊളിയായിട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ ഇത്. അപ്പം നമ്മളിതാ പിന്നെ ഇങ്ങനെ വരികയാണ്, നടന്ന് വരികയാണ്, ചാടി ഓടി വരികയാണ് ഞങ്ങള്. അതിനിടെ അതാ ആ ഒരു പുരയിൽ എന്തൊക്കെ ചേച്ചിമാർ പാട്ട് പാടുന്ന ഒരു ഫീൽ ഉണ്ടായി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം. അപ്പോൾ ഇത് നമ്മളതാ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഞാൻ കുറച്ച് ചേച്ചിമാരെ പാട്ടൊക്കെ കേൾക്കാം. ഓക്കെ. ചേച്ചിമാരെ ഇപ്പം പാടുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എന്തായാലും ഈ വീഡിയോൻ്റെ ലാസ്റ്റ് വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാൽ നമ്മുടെ സ്വന്തം ചേച്ചിമാരെ നല്ല അടിപൊളി തറപ്പം പാട്ട് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും കാത്തിരിക്കണ നിമിഷത്തിൽ ഓക്കെ നിങ്ങൾക്ക് ചേച്ചിമാരോട് പാടാൻ പറയില്ലേ. എന്നാലും അരിക്കുട്ടിലൊന്നും കഴിയട്ടെ. അപ്പാർത്ത് നമ്മളെ ചേച്ചിമാരെ സെറ്റാക്കി തരുമെന്നതിന് ഒരു പ്രശ്നവുമില്ല. നമ്മളെ ചേച്ചിമാരിതാ പാടാൻ പോവുകയാണേ. എല്ലാവരും ആകാംക്ഷയോടെ ഇരുന്നോട്ടോ. അപ്പോൾ ബൈ. ഏറിയ കാലം ഏകനാട്ടിൽ വസിരുന്നൊരാദിവാസികൾ ഞങ്ങളാദിവാസികൾ അറിവുള്ളവരെ അമ്മാപ്പൻ. അത് പാട്ട് തീർന്നു കഴിഞ്ഞാൽ ആവൂല. ഇവിടെ നമുക്കൊന്ന്